Hi guys, Assalamualaikum. This is beechu faheema here. Welcome back to my channel. ഇന്ന് ഞാൻ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പൈസി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കനും ബീഫെല്ലാം തിന്ന് മടുത്താലും അല്ലെങ്കിൽ ഇല്ലാത്തപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണിത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ബൈറ്റ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓൾറെഡി ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്ത് നന്നായി മാഷ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോക്കനട്ട് മിക്സ്ചർ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു മിക്സറിലേക്ക് 1/4 കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും 5 ചെറിയുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും 2 തണ്ട് മിന്റ് ലീവ്സും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ടൊന്ന് അടിച്ചെടുക്കാം. തീരെ വെള്ളം ഒഴിക്കാണ്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അതും അത്ര ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. ഇനി ഇത് മാഷ് ചെയ്ത് ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അതൊന്ന് മിക്സായി വന്നാൽ 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം. ഈ ഒരു മിക്സ്ചറിന്റെ വെറ്റ് ടെക്സ്ചർ മാറ്റിയെടുക്കാനാണ് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് ടൈറ്റ് ആക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിലും ആണെങ്കിലും പൊട്ടിപ്പോവാണ്ട് റോൾ ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. ആ ഒരു കോക്കനട്ട് മിക്സിന്റെ ഫ്ലേവർ ഈ സ്നാക്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഓരോരാളെ ഇഷ്ടം പോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ നഗറ്റ്സിന്റെ ഷേപ്പിലാണ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത്. കുറച്ച് ചീസി ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുപോലെ ചീസ് സ്റ്റഫ് ചെയ്തിട്ടും റോൾ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ മൊസറല്ല ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചീസ് ആഡ് ചെയ്തത് ഞാൻ ഇതുപോലെ ഓവൽ ഷേപ്പിലാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ചീസി അല്ലാത്തത് നഗറ്റ്സിൻ്റെ ഷേപ്പിലാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൈദ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടീസ്പൂൺ കോൺഫ്ലവറും 1/4 ടീസ്പൂൺ പെപ്പറും കുറച്ച് മിന്റ് ലീവ്സും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു ലൂസ് ബാറ്റർ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് റോൾ ചെയ്ത് വെച്ച ഓരോ ബോൾസും ഈ ഒരു മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിൽ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതുപോലെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിലൊന്നും തന്നെ കുക്ക് ആവാനില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും. വേഗം തന്നെ ഫ്രൈ ആക്കി എടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ്പ് വാച്ചിങ്. താങ്ക് യു.